ഇപ്പോൾ മുൻ MLA H. സലാം ചേരുകയാണ്. ശ്രീ സലാം, ഇപ്പോൾ ജില്ലാ കളക്ടർ അല്പം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് മാധ്യമങ്ങളാണ് ഈ തോട്ടപ്പള്ളിയിലെ വിഷയം ഈ രീതിയിലാക്കുന്നത്, അല്ലാതെ സർക്കാർ ചെയ്യാനുള്ളതെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. സർക്കാരിന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയെ മറച്ചുപിടിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥനായിട്ടുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ മേധാവിയായിട്ടുള്ള ജില്ലാ കളക്ടർ പരിശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗൗരവമായൊരു കാര്യം, സാധാരണ LDA ഭരിക്കുന്ന കഴിഞ്ഞ വർഷം വരെയും മെയ് മാസത്തിൽ തോട്ടപ്പള്ളി പൊഴിമുറിക്കാൻ ടെൻഡർ ചെയ്യുമായിരുന്നു. ഈ ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഇപ്പോഴും ഈ പ്രളയം ഇതുപോലെ വെള്ളം കയറി പ്രയാസം വന്നതിന് ശേഷവും ഇപ്പോഴും പൊഴിമുറിക്കാൻ ടെൻഡർ കൊടുത്തിട്ടില്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് 2-3 ഹിറ്റാച്ചി കൊണ്ടിട്ടിട്ട് മണ്ണ് മാറ്റുന്ന ഒരു രീതി മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇത് ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഗുരുതരമായ വീഴ്ചയുടെ ഭാഗമായി സംഭവിച്ച ഗവൺമെന്റ് സ്പോൺസേഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് ആലപ്പുഴയിലും കുട്ടനാട്ടിലും. ഒപ്പം അതിന്റെ ഭാഗമാണ് അങ്ങോട്ട് പോകുന്ന മറ്റു സ്ഥലം. കാരണം അതിന്റെ തോട്ടപ്പള്ളി സ്പിൽവേ വഴി ഡിസ്ചാർജ് ചെയ്യേണ്ട ജലം പമ്പ, അച്ചൻകോവില്, മണിമലയാർ തുടങ്ങിയ ആറുകളിൽ നിന്ന് വരുന്ന ജലമാണ് ഡിസ്ചാർജ് ചെയ്യപ്പെടേണ്ടത്. അത് സമയത്ത് ഇവർ ചെയ്തിട്ടില്ല. അതിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്ന പ്രശ്നം 150 മീറ്ററിൽ താഴെ മാത്രമേ ഇപ്പോഴും പൊഴി മുറിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഒരു മൺതിട്ട അവിടെ നിൽക്കുകയാണ് ബാക്കി. കഴിഞ്ഞ വർഷം വരെ 300 മീറ്റർ വീതിയിൽ ആഴത്തിലും തോട്ടപ്പള്ളി പൊഴി മുറിച്ചിരുന്നു. ആ വീതിയിലും ആഴത്തിലും പൊഴി മുറിച്ചാൽ മാത്രമേ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 3 ഇരട്ടി വെള്ളം വേഗതയിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂ. ഇതാണ് യാഥാർത്ഥ്യം. അവർ ചെയ്യാത്ത വീഴ്ച മറയ്ക്കാൻ മാധ്യമങ്ങളെ ആക്ഷേപിച്ചു പോകേണ്ട കാര്യം ജില്ലാ കളക്ടർക്ക് ഉണ്ടാവേണ്ടതായിട്ടില്ല. അതിന് രേഖകൾ പരസ്യപ്പെടുത്തട്ടെ. മുൻപെല്ലാം MLA-മാരെ ഞങ്ങൾ തന്നെ കത്ത് കൊടുത്ത് അഡ്വാൻസായി യോഗം വിളിക്കും, ഞങ്ങൾ കൂടി പങ്കെടുത്ത് മീറ്റിംഗ് ചേരും. ഇത് മുൻകരുതലിന്റെ ഭാഗമായി. ഇപ്പൊ എവിടെയാണ് ചേർന്നത്? ഈ ഒരാഴ്ചക്കുള്ളിൽ യോഗം ചേർന്നതല്ലാതെ മെയ് മാസം യോഗം ചേർന്നിട്ടുണ്ടോ? ജൂൺ മാസം യോഗം ചേർന്നിട്ടുണ്ടോ? ഈ പറഞ്ഞ കാര്യം പരിഹരിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരം പറയേണ്ട കാര്യമാണ്. രാഷ്ട്രീയമായ ഏതെങ്കിലും ഇപ്പോൾ തോട്ടപ്പള്ളിയിലെ പൊഴിമുറിക്കുന്നതിന്റെ ഭാഗമായി മണ്ണ് മാറ്റും. മണ്ണിനെ എങ്ങും കൊണ്ടുപോകണമെന്നില്ല, എന്നാൽ മണ്ണ് മാറ്റിയിടണ്ടേ? അവിടെ ഇപ്പോ 3 ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നു പറയുന്നത് തന്നെ അതിനെ അറ്റത്തുനിന്നെടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പൂർണ്ണമായും മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ മാത്രമേ അത് പൊഴി മുറിയുള്ളൂ. 300 മീറ്റർ വീതിയിൽ പൊഴി മുറിക്കണം. 150 താഴെ ഇപ്പോഴും ഉള്ളൂ. സ്പിൽവേയുടെ അതേ വീതിയിൽ മുറിക്കണം എന്ന് പറഞ്ഞത് രാഷ്ട്രീയമായൊരു തീരുമാനമെടുത്തതല്ല. പ്രളയത്തിന് ശേഷം നടത്തിയ പഠനത്തിന്റെ ഭാഗമായി വന്ന റിപ്പോർട്ടിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട പല നിർദ്ദേശത്തിൽ ഒരു നിർദ്ദേശം സ്പിൽവേയുടെ അതേ വീതിയിൽ പൊടിയുടെ മുഖം തുറക്കണമെന്നാണ്. അത്രയും വീതിയിൽ വെള്ളം ഒഴുക്കണമെന്നാണ്. 2 പറഞ്ഞ കാര്യം ലീഡിംഗ് ചാനലിന്റെ ആഴം വർദ്ധിപ്പിക്കണമെന്നാണ്. ഇങ്ങനെ കുറെ നിർദ്ദേശത്തിനകത്തുണ്ട്. ആ നിർദ്ദേശത്തിൽ ഒരു പ്രധാന നിർദ്ദേശമാണ് ഈ സ്പിൽവേയുടെ അതേ വീതിയിൽ പൊഴി മുറിക്കാൻ കഴിഞ്ഞ ഗവൺമെന്റ് തീരുമാനിച്ചു. പ്രളയത്തിന് ശേഷം കഴിഞ്ഞ വർഷം വരെ ഇത്രയും ക്യാമ്പ് ആരംഭിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടേ ഇല്ല. പൂർണ്ണമായും കുട്ടനാട്, അമ്പലപ്പുഴയുടെ കിഴക്കൻ ഭാഗം, ചെങ്ങന്നൂർ, മാന്നാർ, ഹരിപ്പാട്, അപ്പർ കുട്ടനാടിന്റെ ഭാഗമായ ഹരിപ്പാടിന്റെ ഭാഗങ്ങൾ ഇതെല്ലാം വെള്ളത്തിലാണ്. അത് യഥാസമയം മുൻകൂറായി തന്നെ കാലവർഷത്തിന് മുൻപായി തന്നെ മുന്നൊരുക്കം നടക്കാത്തതിന്റെ ഭാഗമായും പൊഴി മുറിക്കാൻ ആവശ്യമായ ഭരണപരമായ തീരുമാനം കൈക്കൊള്ളാത്തതിന്റെ ഭാഗമായി സംഭവിച്ച ദുരന്തമാണ് ഇപ്പോൾ നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാധ്യമങ്ങളുടെ മണ്ടയ്ക്ക് കൊണ്ടുവയ്ക്കാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പരിശ്രമിക്കാതിരിക്കണം എന്നാണ് അദ്ദേഹത്തോട് വ്യക്തിപരമായി കൂടി അഭ്യർത്ഥിക്കാനുള്ളത്.